ഹമാസുമായുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സൈനിക നീക്കം ഹമാസിനെ നിരായുധീകരിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെങ്കിലും അതിനപ്പുറം ഗാസയിലെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു രഹസ്യ പദ്ധതിക്ക് ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നീക്കം പലസ്തീൻ ജനതയെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ച് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ളതാണ്. ഈ പദ്ധതികളുടെ രൂപരേഖയും അതിനോടുള്ള ആഗോള പ്രതികരണങ്ങളും വലിയ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നു. ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുള്ള പദ്ധതികൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഗാസയിൽ ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക, ഹമാസിന്റെ പിടിയിലുള്ള എല്ലാ ബന്ദികളെയും ജീവനോടെയോ അല്ലാതെയോ തിരികെ കൊണ്ടുവരിക, ഗാസയിൽ നിന്ന് ഹമാസിനെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നീക്കം ചെയ്യുക, ഗാസയിൽ ഒരു സൈനിക നിയന്ത്രണ മേഖല സ്ഥാപിക്കുക, ഹമാസിനോ പലസ്തീൻ അതോറിറ്റിക്കോ സ്വാധീനമില്ലാതെ ഒരു പുതിയ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ സ്ഥാപിക്കുക. ഈ ഔദ്യോഗിക പദ്ധതികൾ ഒരു സൈനിക ലക്ഷ്യം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ തന്ത്രത്തെക്കുറിച്ചാണ് സൂചന നൽകുന്നത്.